ഒരു അച്ഛൻ്റെ അടുത്തോ ഒരു സിസ്റ്ററിൻ്റെ അടുത്തോ ഒരു ബ്രദറിൻ്റെ അടുത്തോ ഒക്കെ പോയിട്ട് നമ്മൾ പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, കടബാധ്യതയാണ്, വേദനയാണ്, സങ്കടമാണ്, കുടുംബത്തിൽ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ അവരെന്തായാലും ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവാശ്രയത്വം വിടരുത്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. അതായത് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളത് ദൈവം അറിയാണ്ടൊന്നും അല്ലല്ലോ. എന്നിട്ട് പറയാണ് ദൈവത്തിലുള്ള ആശ്രയത്വം വിടരുത്, വീണ്ടും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ തീച്ചൂള കത്തി നിൽക്കുകയാണ്, ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ 3 ചെറുപ്പക്കാർ പറയുന്നത്, ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. സംഭവിച്ചത് തീച്ചൂള കെട്ടടങ്ങുമല്ല, തീച്ചൂള 7 ഇരട്ടിയായിട്ട് കത്തി ഉയരുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നത്തിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയത്വം വെക്കുന്ന സമയത്തായിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് 7 ഇരട്ടിയായിട്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുക. പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ പോയത് 1 ലക്ഷം രൂപയുടെ കടം മാറാനാണ്. ആ കടം മാറാൻ വേണ്ടി കടം മാറിയതുമില്ല, പെട്ടെന്നൊരു രോഗം